അവധൂത ദത്തപീഠം ശ്രീ ഗണപതി സച്ചിദാനന്ദ ആശ്രമത്തിലാട്ടോ ഞങ്ങളുള്ളത്. മൈസൂരിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് ഈ ആശ്രമം. ഇപ്പം ഞങ്ങളിവിടെ വന്നതെന്ന് വെച്ചാൽ ആയുഷുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പ്രോഗ്രാം ഇവിടെ വെച്ച് നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയത്. രാവിലെ തന്നെയായിരുന്നു കേട്ടോ പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ അക്കൂനെയൊക്കെ ഉറക്കത്തിൽ എണീപ്പിച്ച് കൊണ്ടുവന്ന അവൻ്റെ ഒന്നും ഉറക്കം ഇതുവരെ തെളിഞ്ഞില്ല. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് പൗമി നോക്കുന്നത് കണ്ടോ. ഞങ്ങളെ കൂടെ വന്നതിലേ പല പേരൻസും രാവിലെ തന്നെ ആയതുകൊണ്ട് ചായ ഒന്നും കുടിക്കാതെയാണ് വന്നത്. പിന്നെ ആ ചായയും കാര്യങ്ങളൊക്കെ ആശ്രമത്തിൽ തന്നെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ ചായ കുടിക്കാൻ പോയി. പിന്നെ ഞങ്ങൾ അവരെയും വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. പാറും അമ്മമ്മയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ പാറൊക്കെ വരുന്നവരവിടെ കാത്തിരിക്കുകയാണ്. ഇതാട്ടോ ഇവിടുത്തെ ഭക്ഷണശാല. വലിയ തിരക്കൊന്നുമില്ല. അവരൊക്കെ അവിടെ നിന്ന് ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ഈ ആശ്രമം ഏകദേശം 40 ഏക്കറിലാട്ടോ സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു ആശ്രമമാണ്. അതുപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് പറഞ്ഞില്ലേ. നമുക്കിവിടെ കാണാൻ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളെ പരിപാടി നടക്കുന്ന സ്ഥലം. ഇത് ഇവിടുത്തെ ആശ്രമവുമായി ബന്ധപ്പെട്ട നാദമണ്ഡപം എന്നാണ് പറയുന്നത്. ഇത് വലിയൊരു ഓഡിറ്റോറിയം ആട്ടോ. ആശ്രമവുമായി ബന്ധപ്പെട്ട് കലാ സാംസ്കാരിക പരിപാടികളൊക്കെ സംഘടിപ്പിക്കപ്പെടുന്നത് ഇവിടെ വെച്ചാണ്. ഒരു രാജപ്രൗഢിയുള്ള ഓഡിറ്റോറിയം ആട്ടോ ഇത്. ഇവിടുത്തെ തൂണുകളും ഭിത്തിയിലെ ചിത്രങ്ങളൊക്കെ അത് നമ്മളോട് വിളിച്ച് പറയുന്നുണ്ട്. ഈ ആശ്രമത്തിൻ്റെ ഓരോ തൂണുകളും ശ്രദ്ധിച്ചോ, ഓരോ തൂണിലും ഓരോ തമ്പുരുകൾ വീതമുണ്ട് കേട്ടോ. ഈ ആശ്രമത്തിൽ തന്നെ ഹോസ്പിറ്റലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ശ്രീ ഗണപതി സച്ചിദാനന്ദ സ്വാമിജിയുടെ 80ാമത്തെ പിറന്നാളാട്ടോ ഇന്ന്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വെച്ച് നിരവധി പൂജയും മറ്റു പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാട്ടോ ആയുഷിൽ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് കുട്ടികൾക്കും പിന്നെ ഇതുപോലെ വൈകല്യങ്ങൾ അനുഭവിക്കുന്നവർക്കും അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്. ഇതുപോലുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാട്ടോ. ഞങ്ങൾ മൈസൂരിൽ എത്തിയപ്പോൾ ആദ്യം പരിചയപ്പെട്ട ഏട്ടനാട്ടോ അത് ഞങ്ങളോട് വർത്തമാനം പറഞ്ഞ് അവിടെ നിൽക്കുന്നത്. വിനോദേട്ടനാണ് ഞങ്ങൾക്ക് ഇവിടെ വീടൊക്കെ ശരിയാക്കി തന്നത്. അക്കും മാറും കണ്ടില്ലേ. ഇവർക്കിതൊന്നും ഇവിടെ നടക്കുന്ന സൗണ്ടോ ഇതൊന്നും ഒരു വിഷയമില്ല. അവരൊക്കെ നല്ല സുഖനിദ്രയിലാണ്. രണ്ടാളും നല്ല ഉടായ്പകളാട്ടോ. ഫുൾ കള്ളത്തരമൊക്കെ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ തെറാപ്പിയിൽ നിന്ന് രക്ഷപ്പെടാന്നുള്ള ഗവേഷണമൊക്കെ നടത്തി അതിൽ PhD എടുത്ത രണ്ടാൾക്കാരാണ് ഇതായി കിടന്നുറങ്ങുന്നത്. മടിയന്മാർക്ക് കിട്ടിയ നല്ല പണി ഈ CP ചെയറെ. ഇനിയിപ്പോൾ ഈ CP ചെയറിൽ ഇരുന്നിട്ട് സ്പീച്ച് ഓട്ടിയൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യിക്കാം. വേറെ ആളെ സഹായമൊന്നും വേണ്ട. അല്ലെങ്കിൽ അക്കുന് ചെയ്യാനൊക്കെ ഒരാളുടെ സഹായം വേണം. ഇതാട്ടോ ശ്രേയ, ഞങ്ങളുടെ ഫ്രണ്ടാണ്. പാറുവിൻ്റെ പുറകിൽ നിൽക്കുന്ന മേഡത്തെ കണ്ടോ. ഇതാട്ടോ ഞങ്ങളെ ഫിസിയോതെറാപ്പിസ്റ്റ് രമ്യ മാം. മാം എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടാട്ടോ. മാമും മലയാളിയാണ്. CP ചെയർ മാത്രമല്ല വാക്കർ, വീൽ ചെയർ, സ്ക്രച്ചസ്, സ്റ്റാൻഡിങ് ഫ്രെയിം, വാക്കിംഗ് സ്റ്റിക്ക്, ട്രെയിൻ ഡിവൈസ് ഇങ്ങനെ ഉപകരണങ്ങൾ ഈ പ്രോഗ്രാമിൽ വെച്ചിട്ട് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് സ്വാമിജി എത്താനാണ്. അങ്ങനെ ഇതാ സ്വാമിജി എത്തിയിട്ടോ. ഇദ്ദേഹമാണ് ശ്രീ ഗണപതി സച്ചിദാനന്ദ സ്വാമിജി. ഇദ്ദേഹത്തിൻ്റെ 80ാം പിറന്നാളുമായി ബന്ധപ്പെട്ടാണ് ഈ പരിപാടിയൊക്കെ ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്വാമിജി വന്നു, എല്ലാവരെയും കണ്ടു. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പ്രസംഗിക്കുക ചെയ്തിട്ടോ. ഇതുപോലുള്ള കുട്ടികളെ പേരൻസിനെയാണ് നന്ദി പറയേണ്ടത്, അവരെയാണ് അഭിനന്ദിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ കേട്ടോ പ്രസംഗത്തിൻ്റെ ഒരു ചുരുക്കം. അദ്ദേഹം തെലുങ്കുവിലിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ അത് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളാണ് പറഞ്ഞത്. ആശ്രമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഈ ആശ്രമത്തിലേക്ക് നമ്മളെ ആകർഷിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നാമത്തേതാണ് ശുഗവനം. തത്തകളെ പരിപാലിക്കുന്നതാട്ടോ. 450 ഇനം തത്തകളെ ഇവിടെ പരിപാലിക്കുന്നുണ്ട്. ഇവിടെ ഒരു ബോൺസായി ഗാർഡൻ ഉണ്ട്, മ്യൂസിയം ഉണ്ട്, പിന്നെ 2 ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. ഒരു വെങ്കിടേശ്വര സ്വാമി ക്ഷേത്രവും അതുപോലെ തന്നെ ആഞ്ജനേയ സ്വാമി ക്ഷേത്രവുമാണ്. ഹനുമാന്റെ വലിയൊരു പ്രതിമയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ടൈം പറയുകയാണെങ്കിൽ രാവിലെ 10 മുതൽ 12:30 വരെയും പിന്നെ 3:30 മുതൽ 5:30 വരെയായിട്ടോ ഉള്ളത്. പ്രോഗ്രാം കഴിയുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടോ. അപ്പോൾ നമുക്ക് ആശ്രമം ഒന്നും നല്ലോണം കറങ്ങി കാണാൻ പറ്റിയില്ല. പിന്നെ CP ചെയറൊക്കെ ഞങ്ങൾ കൂടെ വന്ന ഒരു പാരൻറ്റിൻ്റെ വണ്ടിയിൽ കയറ്റി വിട്ടു. അപ്പോൾ ഞങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 2 അഭയാർത്ഥികളെ കണ്ടോ, ഓട്ടോ ബുക്ക് ചെയ്തിട്ട് അതും വെയിറ്റ് ചെയ്തിരിക്കുക. എന്നാൽ ശരി, ബൈ.